സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, തരം താഴ്ന്നാൽ ഇത്രയും തരം താഴണം. ഏ ഇതിൽ കൂടുതൽ തരം താഴാൻ മനുഷ്യനൊക്കില്ല. കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്ന KT ജലീൽ, ആട് ജലീൽ എന്നാണ് ഇപ്പൊ മലപ്പുറത്ത് അറിയപ്പെടുന്ന ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടോ? അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടു നോക്കി. പിണറായി വിജയൻ കൊടുക്കുന്ന 2000 വാങ്ങി കണ്ട് അങ്ങാടി പോയി ചായ കുടിച്ചും കണ്ട് പിണറായി അങ്ങനെ പിണറായി ഇങ്ങനെ ഉളുപ്പുണ്ടട ചങ്ങായിമാരങ്ങൾക്ക്. ആ സാധു തെരഞ്ഞ പൈസയും പിടിച്ചും കണ്ട് അങ്ങാടി പോയിട്ട് ചായയും കുടിച്ച് വീടിയും വലിച്ചും കണ്ട് ഇങ്ങനെ ഊതിയിട്ട് പിണറായി വിജയൻ ഇങ്ങനെ കുറ്റം പറയാ. അപ്പോ ഇതാണ് അയാൾ പറയുന്നത്. പിണറായി വിജയൻ തരുന്ന 2000 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങാടിയിൽ പോയി ചായയും കുടിച്ചിട്ട് പിണറായിയെ കുറ്റം പറയുന്നു. ഇത്രയും ബുദ്ധിയും വിവരമില്ലാത്ത ഒരുവന് എങ്ങനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാക്കി എന്ന് ആലോചിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോമാളി വേഷം കെട്ടാണ് ഈ ആട് ജലീല്. ഇത്രയും വിവരമില്ലാതായിപ്പോയല്ലോ. മലപ്പുറത്തുകാരെ പറയിക്കാൻ വേണ്ടി ജനിച്ചവനല്ലേ പിന്നെ ആട് ജലീല്. ഇങ്ങനെ പറയാൻ പാടണ്ട. പിണറായി വിജയൻ കുടുംബസ്വത്തെടുത്താ കൊടുക്കുന്നത് 2000 രൂപ. പിണറായി സത്യം ലോകം മൊത്തം കറങ്ങുന്നു, ചികിത്സയ്ക്ക് പോകുന്നു, പിന്നെ ഉല്ലാസ യാത്രയ്ക്ക് പോകുന്നു, ഭാര്യയും കുട്ടികളുമായിട്ട് പോകുന്നു, പരിവാരങ്ങളുമായിട്ട് പോകുന്നു. ആരുടെ പൈസയാണ്? പിണറായിയുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന പൈസ? അതേ പാർട്ടി കൊടുക്കുന്നതാ? പോളിറ്റ് ബ്യൂറോ കൊടുക്കുന്നതാ? ഈ സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ സർക്കാർ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഈ പൈസ? ജനങ്ങളുടെ നികുതിപ്പണമല്ലേ? ഞാനും നിങ്ങളും എല്ലാവരും കൊടുക്കുന്ന നികുതിയിൽ നിന്ന് പൈസ എടുത്തും അല്ലാതെ കടം വാങ്ങിച്ചുമാണ് കൊടുക്കുന്നത്. അത് പിണറായിയുടെ വീട്ടിൽ നിന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പിണറായിയാണ് ഇരുന്നുവെങ്കിൽ സ്വന്തം പൈസയ്ക്ക് ഞാൻ പോകുന്ന, എൻ്റെ ചികിത്സയ്ക്ക് പോകുന്ന എൻ്റെ പൈസയ്ക്കാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. ഇത് നാട്ടുകാരന്റെ പൈസ എടുത്ത് ലോകം മൊത്തം ചുറ്റിയടിച്ച് ഉല്ലാസയാത്രയും ചികിത്സയും നടത്തി മക്കളും കൂട്ടി പോയി വന്നിട്ട് അതിൽ നിന്ന് 2000 രൂപ, അതായത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് 2000 രൂപ പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ അത് പിണറായി കൊടുക്കുന്നതാണെന്ന് പറയുന്ന ഇത്രയും ഭോഷ്ക്, ഇത്രയും വിവരമില്ലായ്മ, ഇങ്ങനെ ഒരു ഏഭ്യനെയാണല്ലോ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഏൽപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെല്ലാം വിഡ്ഢികളല്ലാതെ ആരാണ്? കേരളത്തിലുള്ള ആളുകളെ വിഡ്ഢികളാക്കെ. നിനക്ക് ഇത്രയും വിവരമില്ലാതായി പോയല്ല ജലീലേ. നിന്നെ ചുമ്മാ അല്ല ആട് ജലീൽ എന്ന് വിളിക്കുന്നത്. നീ മനുഷ്യന്റെ കോലത്തിൽ നടക്കുന്ന ആടാണ്. അപ്പൊ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ വിളിക്കുന്നത്. വിവരം വേണ്ടേ? മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. പക്ഷെ ഈ ഇത്രയും പിണറായി ഭക്തി, നീ അത് പിണറായിയെ തന്നെ നാണം കെടുത്തുകയാണ്. പിണറായി ഇത് കേൾക്കെ, പിണറായിയുടെ കുടുംബക്കാർ കേൾക്കെ, പാർട്ടിക്കാർ കേൾക്കെ, പക്ഷെ ഇവൻ ഇത്രയും വിവരമില്ലാതായി പോയല്ലോ ആട് ജലീലിന്. ചുമ്മാ അല്ല മലപ്പുറത്തുകാർ ആട് ജലീൽ എന്ന് വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോകില്ലേ? പിണറായി കൊടുക്കുന്ന 2000 രൂപ വാങ്ങിച്ച് ഹോട്ടലിൽ പോയി ചായ കുടിച്ചിട്ട് പിണറായിയെ കുറ്റം പറയുന്നത്. പിണറായി ആര്? രാജാവാ? കേരളത്തിലെ രാജാവാ? ആരെയും കുറ്റം പറയും. ജനാധിപത്യമാണ്. വിമർശനം വേണം. നിനക്കിപ്പോ പിണറായി വിമർശിക്കണ്ട, കാരണം നിനക്ക് എന്തെങ്കിലും എച്ചില് കിട്ടും. നിന്നെ നേരത്തെ മന്ത്രിയാക്കി, ഇപ്പൊ മന്ത്രിയാക്കിയില്ല. ഇങ്ങനെ പറഞ്ഞെങ്കിലും നിനക്ക് മന്ത്രിയാകാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ്, അവസാനത്തെ ചാൻസ് കിട്ടും. ഇനി നടക്കില്ല. നീ ഇനി നിയമസഭയെ കാണൂല. എഴുതി വെച്ചോ, ഞാൻ പറയുന്നത് നീ ഇപ്പൊ എഴുതി വെച്ചോ. നീ കേരളത്തിൽ എവിടെ നിന്നാലും, നിനക്ക് സീറ്റ് എന്ന് പറയുന്നത് മലപ്പുറത്ത് കിട്ടേ ഉള്ളൂ. നീ എവിടെ നിന്നാലും ശരി, മലപ്പുറത്ത് എവിടെ നിന്നാലും നീ തോക്കും. നീ ഇപ്പൊ തന്നെ കുറിച്ചിട്ടോ, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നിന്നെ പോലുള്ള ആട് ജന്മങ്ങളെ മനഃപൂർവ്വമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തോൽപ്പിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇത്രയും ഭക്തി, അതായത് രാജാവിനേക്കാൾ കൂടിയ രാജഭക്തി കാണിക്കരുത്. എന്തിന്റെ ഇത്രയും നീ ഇത്ര മണ്ടനായി പോയല്ലോ, വിഡ്ഢിയായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമാണ്. സാധാരണക്കാരനായ ജനങ്ങൾക്ക്, രാഷ്ട്രീയമേതാവട്ടെ രാഷ്ട്രീയമില്ലാത്തവരാവട്ടെ, മൂക്കത്ത് വിരവിളിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണല്ലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാക്കിയതെന്ന്. എന്തായാലും ശരി, കേരളത്തിന് ആട് ജലീൽ അപമാനമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയെങ്കിലും പ്രസ്താവനകളൊക്കെ ഇറക്കുമ്പോൾ ആലോചിച്ച് ചിന്തിച്ച് വേണം പ്രസ്താവന ഇറക്കാൻ. ഇത്രയും അടിമത്വം പാടില്ല. അത് മനസ്സിലാക്ക്. ഓക്കെ, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.